ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുന്നു. 19-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ അബ്രാഹാമിൻ്റെ ഭവനത്തിൽ വന്ന 3 മനുഷ്യർ, അവർ ദൈവദൂതന്മാരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിൽ 2 പേര് സോദോമിലേക്ക് പോയി ലോത്ത് താമസിച്ച സ്ഥലത്തേക്ക് പോയതെന്ന് നമ്മൾ കണ്ടു. 19-ാം അധ്യായത്തിലെ ലോത്തിൻ്റെ ഭവനത്തിൽ വന്ന അതിഥികളും സോദോമിൻ്റെ നാശവുമാണ് നമ്മൾ വായിക്കുന്നത്. ചാവുകടലിന് ചുറ്റുമുള്ള ഗന്ധകം നിറഞ്ഞ ഉണങ്ങി വരേണ്ട പ്രദേശം എന്തുകൊണ്ട് അങ്ങനെ നശിച്ചു? കാരണം ദുഷ്ടത നിറഞ്ഞ പട്ടണത്തിന്മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായതിൻ്റെ ഫലമായിട്ടായിരുന്നുവെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ലോത്തും അബ്രാഹാമിനെ പോലെ നഗരത്തിലായിരിക്കുമ്പോൾ അവിടെ അതിഥികളായി വന്ന 2 പേരെ തൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ നിർബന്ധിക്കുകയാണ്. അബ്രാഹാമിൻ്റെ രക്തബന്ധത്തിൻ്റെ ഗുണം ലോത്തിലുണ്ട്. അവൻ വലിയ വിശ്വാസിയല്ലെങ്കിലും അതിഥികളെ സൽക്കരിക്കുക എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ അവരെ നിർബന്ധിച്ചാണ് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അന്നത്തെ അവിടുത്തെ അത് നഗരത്തിലെ ഏറ്റവും വലിയ ഒരു പാപരീതിയായിരുന്നു ഹോമോസെക്സ് അഥവാ ലെസ്ബിയൻ സ്വവർഗരീതി. പ്രകൃതി വിരുദ്ധമായ സംഭോഗ രീതിയാണത്. ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഇണയായി തുണയായി ജീവിത പങ്കാളിയായി സ്ത്രീയെ സൃഷ്ടിച്ച് അവനിലേക്ക് സംയോജിപ്പിച്ചതാണ്. എന്നാൽ അതിനു വിരുദ്ധമായി പ്രകൃതി വിരുദ്ധമായ ലൈംഗികത, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിക്കുവാനാണ് ദൈവം മനുഷ്യന് ലൈംഗികമായ കഴിവ് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിനു വിരുദ്ധമായി മനുഷ്യൻ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇതുപോലെയുള്ള എല്ലാ പാപരീതികളും ജീവിതത്തിൽ കൊണ്ടുവരുന്നത് മനുഷ്യനാണ്, മറ്റ് സൃഷ്ടികളല്ല. ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും സ്വാഭാവികമായ ബന്ധത്തിലൂടെയാണ് അതിൻ്റെ ആ തലമുറകൾക്ക് ജന്മം നൽകുന്നത്. അതിനെ വൈകൃതമാക്കി ആസ്വദിക്കുമെന്നത് മനുഷ്യൻ മാത്രമാണ്. ദൈവം അവന് കൊടുത്ത ബുദ്ധിയും അവന് കൊടുത്തതായ വിവേകവും അവന് കൊടുത്തതായ അറിവും അവന് പലപ്പോഴും വൈരുദ്ധ്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നമുക്കറിയാം, ലോത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹം ദൈവദൂതന്മാരെന്നറിഞ്ഞുകൊണ്ടല്ല അവരെയും സ്വീകരിക്കുന്നത്. പക്ഷേ അവർ മുഖാന്തരമാണ് ലോത്ത് അപകടത്തിൽ നിന്ന് ഇവിടെ രക്ഷപ്പെടുന്നത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ലോത്തിൻ്റെ മരുമക്കൾ പോലും ലോത്തിൻ്റെ വാക്കുകളെ അവരവിടെ ചെവിക്കൊള്ളുന്നില്ല. അവരെ അവിടെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ലോത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ, നമുക്കൊരു രക്ഷപ്പെടണം പറഞ്ഞപ്പോൾ ലോത്തിനെ പോലും അവിടെ പരിഹസിക്കുകയാണ്. 13-14 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ സമൂഹത്തെക്കാൾ വ്യത്യസ്തമല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കാരെയും നേടുവാൻ സാധിക്കുകയില്ല. വേർപെട്ട ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ മറ്റൊരാളെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പോസ് എന്ന ശിഷ്യൻ, കർത്താവിൻ്റെ ശിഷ്യൻ നഥാനിയേൽ എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതനെ കണ്ടപ്പോൾ ലോകത്തിൻ്റെ രക്ഷകനായ മശിഹ കണ്ടു, അവൻ നസ്രയനായ യേശുവാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇസ്രായേലിൽ നിന്ന് ഇത് നസ്രയത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് അവിടെ നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരു വാക്കുണ്ട്, യു കം ആൻഡ് സീ, നീ വന്ന് കാണുക.
വന്നു കാണാൻ പറയണമെങ്കിൽ ഒന്ന് അനുഭവസ്ഥനായിരിക്കണം. വന്നാൽ അവൻ അനുഭവം ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ടാകണം. അവൻ രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകണം. അങ്ങനെയുള്ളവന് മാത്രമേ വന്നു കാണുക എന്ന് പറയാൻ പറ്റുകയുള്ളൂ. മറ്റെല്ലാവർക്കും പോയി കാണുക എന്ന് പറയാൻ സാധിച്ചേക്കാം. ലോത്ത് ഒരു പാപസമൂഹത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിലും വ്യക്തിപരമായി അദ്ദേഹം ഒരു നീതിമാനാണ്. എന്നാൽ ആ സമൂഹത്തിൻ്റെ മ്ലേച്ഛതയിൽ അദ്ദേഹം മുഴുകി ജീവിക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിലെ മുഴുവൻ ആളുകളും തൻ്റെ ഭവനത്തെ സമീപിച്ചപ്പോൾ തൻ്റെ പെൺമക്കളെ നശിപ്പിച്ചിട്ടായാലും തൻ്റെ ഭവനത്തിൽ വന്ന അതിഥികളെ രക്ഷിക്കുവാനുള്ള ലോത്തിൻ്റെ സ്നേഹം അത് വലിയ മാതൃകയാണ്. അത് തൻ്റെ ഭവനത്തിൽ വന്നവർ അവരെ സംരക്ഷിക്കുക, അതിന് തൻ്റെ പെൺമക്കളെ വരെ വിട്ടുകൊടുക്കുവാൻ ലോത്ത് ഇവിടെ തയ്യാറാവുകയാണ്. അപ്പോൾ ആ രീതിയിൽ ലോത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അബ്രാഹാമിൻ്റെ ആ രക്തബന്ധത്തിൻ്റെ വലിയ ഗുണം അദ്ദേഹത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, ഒരു സാഹചര്യം അവിടെ ഉണ്ടായപ്പോൾ നമ്മളിവിടെ വായിക്കുന്നു, അവർക്കവിടെ ഈ ദൈവദൂതന്മാർ മുഖാന്തരം ആക്രമിക്കാൻ വന്നവരെ അന്ധന്മാരാക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 6:18 നമ്മൾ വായിക്കുമ്പോൾ എലീശ പ്രവാചകനും ഇതുപോലെ തന്നെ ഉപദ്രവിക്കാൻ വന്ന സ്ത്രീയാക്കാരെ അവിടെ അന്ധന്മാരാക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ 1-ാം വാക്യത്തിൽ സോതോമിലാണ് ലോത്ത് താമസിക്കുന്ന വിഷയം. ഇവിടെ നശിപ്പിക്കപ്പെടുന്നത് സോതോമും ഗോമോറായുമാണ്. അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അത്. എന്തായിരുന്നാലും ആ 2 നഗരങ്ങളെ യഹോവയായ ദൈവം പിന്നീട് ഇവിടെ നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോത്തിനോട് അവിടെ ഈ ദൈവദൂതന്മാർ പറഞ്ഞത്, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. അവർക്ക് പോകാൻ വലിയ മനസ്സില്ലെങ്കിലും ആ ദൈവദൂതന്മാർ അവരെ കൈക്ക് പിടിച്ച് അവരെ പുറത്തു കൊണ്ടുപോകുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അല്പമെങ്കിലും നീതിബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് പാപങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയാലും അവിടെ നിന്ന് ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന രീതി നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും സാഹചര്യ സമ്മർദ്ദങ്ങളാണ് പല പാപങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീതിബോധമുണ്ടെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം നമ്മെ സംരക്ഷിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് ഓടുവാൻ പറഞ്ഞു. അപ്പോൾ മലയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടം വരെ പോവുക സ്വാഭാവികമല്ല. കാരണം കൂടുതൽ സമയമാണ്. അതുകൊണ്ട് അടുത്ത് കാണുന്ന സോവാർ എന്ന പട്ടണത്തിലേക്ക് ഞാൻ പൊക്കൊള്ളാമെന്ന് ലോത്ത് പറഞ്ഞപ്പോൾ അതിനും ആ ദൈവദൂതന്മാർ അവിടെ സമ്മതിച്ചു. എന്നാൽ നമുക്കിവിടെ വായിക്കുന്നു, ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ദൈവദൂതന്മാർ പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് തന്നെ പൊക്കൊള്ളാനാണ് പറഞ്ഞത്. സോതോമിൻ്റെ നമുക്കറിയാം, ഈ സോതോം ഗോമോറ അബ്രാഹാമിൽ നിന്ന് ചോദിച്ചു വാങ്ങിയപ്പോൾ അതിന് ലോത്തിനെ കൂടുതൽ പ്രേരിപ്പിച്ചതും ഈ ലോത്തിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കാം. മാത്രമല്ല ആ സമൂഹത്തിൽ അവൾ അവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകയോ സൊസൈറ്റി ലേഡിയോ ഒക്കെ ആയിരുന്നിരിക്കാം. അവിടെയുള്ള പല സംഘടനകളിലും അവർക്ക് അവിടെ മെമ്പർഷിപ്പും ഉണ്ടാവാം. അതെല്ലാം വിട്ടേച്ച് ഓടിപ്പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട്. ലോകത്തോട് നമ്മൾ എത്രമാത്രം മാനസികമായി നമ്മൾ അടുക്കുന്നുവോ അത്രമാത്രം നമുക്കതിന് രക്ഷപ്പെടുവാൻ ബുദ്ധിമുട്ട് വരും. പലപ്പോഴും പാപത്തിലേക്ക് നമ്മൾ വീണു പോകുന്നതും അപ്രകാരമുള്ള സ്വാധീനം കൊണ്ടാണല്ലോ. ലോത്തിൻ്റെ ഭാര്യ ഒരിക്കലും ഒരു വിശ്വാസിയല്ല. അതുകൊണ്ടാണ് അവൾക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും ഒരിക്കൽ പറഞ്ഞല്ലോ,
കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയുടെ ചുണ്ട് അത് മുന്നോട്ടാണ് ഉഴേണ്ടത്, കാള മുന്നിലാണ് നിൽക്കുന്നത്. പിന്നെ പുറകോട്ട് നോക്കുക എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്ലെക്സിബിൾ ഹാർട്ട് അഥവാ ചഞ്ചല ഹൃദയമാണ്. ചഞ്ചല ഹൃദയമുള്ളവർക്ക് രക്ഷപ്പെടുക അസാധ്യമാണ്. അതുകൊണ്ട് അവൾ അവിടെ ഉപ്പുതൂണായി മാറിപ്പോകുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവികമായ പാതയിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോകവുമായുള്ള ഒരു ഇഴുകിച്ചേരൽ പലപ്പോഴും ദൈവത്തിൽ നിന്നും രക്ഷയിൽ നിന്നും നമ്മളെ അകറ്റുന്നു എന്നുള്ള ആ ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ലോകത്തിലാണ് നമ്മെ ദൈവം ആക്കിയത്. എന്തിനാണ്? ഈ സമൂഹത്തെ രക്ഷിക്കുന്നതിനാണ് ക്രൈസ്തവ സമൂഹത്തെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്നാണ്. കർത്താവ് എങ്ങനെയാണോ സമൂഹത്തെ തിരുത്താൻ ശ്രമിച്ചത്, ആയതുപോലെ ഒരു തിരുത്തൽ ശക്തിയായി ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് ക്രൈസ്തവ സമൂഹം. പക്ഷേ നമുക്കിന്നത് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും അത് ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ പരിണിത ഫലം പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ഓടി അടുത്ത ഗ്രാമത്തിൽ ചെന്നു. അപ്പം ലോത്തിൻ്റെ പെൺമക്കൾ ലോത്തിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം. അവരും കാരണം ആ ഒരു സമൂഹത്തിൽ സൊദോമിൽ അവർ ജീവിച്ചതിൻ്റെ ആ ഒരു പാപത്തിൻ്റെ ആ ഒരു പരിണിത ഫലം അവരിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇനി നമുക്കിവിടെ മറ്റ് പുരുഷന്മാരൊന്നും നമ്മുടെ ഈ പ്രദേശത്തില്ല. അതുകൊണ്ട് അപ്പനിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. അതും പ്രകൃതി വിരുദ്ധമായ ലൈംഗികമായ ഒരു വലിയ ഒരു വീഴ്ച തന്നെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രക്തബന്ധമുള്ളവരിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത്. അപ്പം അവർ ലോകപരമായിട്ട് മാത്രമാണ് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുക. അവരാരും വിശ്വാസികളല്ലല്ലോ. അപ്പോൾ അവർ മാനുഷികമായി മാത്രമേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. ദൈവദൂതന്മാർ മുഖാന്തരം രക്ഷപ്പെട്ടു. ആ ദൈവം വഴി നടത്തുമെന്നൊരു വിശ്വാസം ആ പെൺമക്കൾക്ക് ഒരിക്കലുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങ് ചെയ്യില്ലല്ലോ. അങ്ങനെ അവർക്ക് ജനിച്ച 2 മക്കളാണ്, ഒന്ന് മോവാബ്യരും അമ്മോന്യരും. അപ്പം മോവാബ് എന്ന വാക്കിനർത്ഥം പിതാവിൽ നിന്നും വരുന്നവനെന്നാണ്. അമ്മോൻ എന്ന വാക്കിനർത്ഥം ചാർച്ചക്കാരനോട് ബന്ധമുള്ളവനെന്നാണ്. ഇസ്രായേലിൻ്റെ അയൽക്കാരായ മോവാബും അമ്മോനും അവരുമായി വാസ്തവത്തിൽ രക്തബന്ധമുണ്ട്. ആ ലോത്തിൽ നിന്ന് അവർ ജനിച്ചു എന്നുള്ളതുകൊണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ലോത്തിൻ്റെ പുത്രിമാർക്ക് അവിഹിത വേഴ്ചയിൽ ജനിച്ച സന്താനങ്ങളാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് എക്കാലവും ഒരു വലിയ തലവേദനയായി ഈ മോവാബ്യരും അമ്മോന്യരും അവരോട് പെരുമാറുന്നതായി നമുക്ക് ആ പുറപ്പാട് പുസ്തകത്തിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ 29-ാം വാക്യം വരെ നമ്മൾ കാണുന്നത് ലോത്ത് രക്ഷിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നത്, ദൈവം അബ്രാഹാമിനെ ഓർത്തു ലോത്തിനെ രക്ഷിച്ചുവെന്നാണ്. അബ്രാഹാം എന്ന ആ വിശ്വാസിയെ ദൈവം ഓർക്കും. ആ അബ്രാഹാമിനോടുള്ള സ്നേഹമാണ് ലോത്ത് പോലും ഇവിടെ രക്ഷപ്പെടാൻ കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ നമ്മളൊരു വിശ്വാസി ഉണ്ടെങ്കിൽ അവൻ മുഖാന്തരം അവനുമായി ബന്ധമുള്ളവരും രക്ഷപ്പെടുവാൻ കാരണമായിട്ട് തീരും എന്ന കാര്യം കൂടി ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ വായിക്കാം, ലോത്തിൻ്റെ ഈ ഒരു കഥ വളരെ ദുഃഖകരമായ ഒന്നാണ്. പണം സമ്പാദനത്തിനായുള്ള ഓട്ടത്തിനൊടുവിൽ അവനവൻ്റെ ഭാര്യ, മരുമക്കൾ, സ്വത്തുക്കളെല്ലാം ഇപ്പോൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം. പെൺമക്കൾ അവനുമായി വ്യഭിചാരത്തിലേർപ്പെട്ട് മക്കളെ ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇത് നമ്മൾ ഓർക്കണം. എന്നാൽ യഹോവയായ ദൈവം അബ്രാമിനെ ആ വിശ്വാസത്തിലേക്ക് വിളിച്ചപ്പോൾ അബ്രാമിനെ കുറിച്ച് പറഞ്ഞത്,
ഇതിനു മുമ്പുള്ള 18-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ തൻ്റെ തലമുറകളോട്, മക്കളോട് ദൈവത്തിൻ്റെ നടത്തിപ്പ് പറയുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവനുമുണ്ട്. ആ രീതിയിലാണ് മക്കൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കേണ്ടതും അവരെ വളർത്തേണ്ടതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കുക, ലോത്തിൻ്റെയും അബ്രാഹാമിൻ്റെയും കുടുംബവും അവരുടെ ജീവിത രീതിയും തമ്മിലുള്ള വ്യത്യാസം. ലോത്ത് എന്തൊരു നിരാശകരമായൊരു അവസ്ഥയിലേക്ക് ലോത്തിൻ്റെ കുടുംബം പോകുന്നു. അബ്രാഹാം എത്രമാത്രം അനുഗ്രഹീതനാകുന്നു. അപ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്, ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.